കൊടകര കുഴൽപ്പണക്കേസിൽ ബി.ജെ.പിയിലെ വമ്പൻ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ആദ്യമേ തന്നെ പ്രാഥമികമായ വിവരശേഖരണത്തിൽ തന്നെ മനസ്സിലാക്കിയതുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് ഇട്ടേച്ച് പോയത് എന്നുള്ള വലിയ വിമർശനം CPIM അന്നു മുതലേ ഉയർത്തിയിരുന്നു. ഇപ്പോൾ ഇന്നലെ തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ തുടർച്ചയായിട്ട് പോലീസിനെയും കോടതിയെയും വരെ ഈ കാര്യങ്ങൾ താൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഈ വാർത്തയുടെ തുടർച്ച എങ്ങോട്ടാണ്? MS ഈ തിരൂർ സതീഷിൻ്റെ വെളിപ്പെടുത്തൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, തലച്ചുമടായിട്ട് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ചാക്കുകെട്ടുകളിൽ കൊണ്ടുവന്നു എന്നാണ്. തലച്ചുമടായി കൊണ്ടുവന്നത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് സാമഗ്രികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളെ അല്ല, പണമാണ് കൊണ്ടുവന്നത്. BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ചാക്കുകെട്ടുകളിൽ നിറച്ച് തലച്ചുമടായി ആ പണം BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കുകയായിരുന്നു. നേരത്തെ പവിത്രം എന്നല്ല, മറ്റൊരു മിഥുനം എന്ന സിനിമയിൽ മോഹൻലാലിന്റെയും ശ്രീനിവാസന്റെയും കഥാപാത്രങ്ങൾ ഉർവശി എന്ന ജീവിത സഖിയാക്കേണ്ട സമ്പത്തിനെ കെട്ടുപായയിൽ പൊതിഞ്ഞ് തലച്ചുമടായിട്ട് കൊണ്ടുവന്നതുപോലെ എന്നൊരു ഉപമ തൽക്കാലത്തേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ വാർത്തയുടെ ഗൗരവം കളയണ്ട. ലിബീഷ് തുടർന്നോളൂ. അതെ, ഈ പണമെന്ന് പറയുന്നത് ഇത്രയും അധികം, അതായത് യാതൊരു കടലാസ് കെട്ടുകളുടെ അത്രയും ഒരു ഗൗരവത്തിൽ തന്നെ കൈകാര്യം ചെയ്ത് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുകയാണ് പിക്കപ്പ് വാനിൽ. അതിനു മുൻപ് തന്നെ ഇതിനു വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് തിരൂർ സതീഷ് വെളിപ്പെടുത്തുന്നത്. ഈ പണം കൊണ്ടുവന്നത് ധർമ്മരാജൻ എന്ന് പറയുന്ന ഒരു RSS അംഗമാണ്. അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. ഈ കോഴിക്കോട്ട് നിന്നും സുനിൽ നായിക് എന്ന ആളാണ് ഈ ധർമ്മരാജന് കർണാടകയിൽ നിന്നുള്ള BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് 9.5 കോടി രൂപ കൈമാറുന്നത്. ഈ 9.5 കോടി രൂപയുമായിട്ടാണ് ധർമ്മരാജൻ കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലെത്തുന്നത്. തൃശ്ശൂരിൽ 6 കോടി രൂപയാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അന്ന് ഇറക്കി വെക്കുന്നത്. ബാക്കി 3.5 കോടി രൂപയുമായിട്ടാണ് ആ വാഹനം അവിടെ നിന്ന് പോകുന്നത്. ഈ വാഹനം പോകുമ്പോൾ ഈ വാഹനത്തിൻ്റെ ഡ്രൈവറുടെ സഹായിയായി ഒരാൾ കയറി പറ്റിയിട്ടുണ്ടായിരുന്നു. അയാളാണ് ഈ കൊള്ള സംഘത്തിന് വിവരം നൽകുകയും അവർ കൊടകരയിൽ വെച്ച് ഈ പണം തട്ടിയെടുക്കുകയും ചെയ്തത്. ഈ തിരൂർ സതീഷ് വെളിപ്പെടുത്തുന്ന അനുസരിച്ച് ഈ സംഭവം നടക്കുന്നതിന് 20 ദിവസം മുൻപ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും അതോടൊപ്പം തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ധർമ്മരാജനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 20 ദിവസം കഴിഞ്ഞാണ് കൊടകരയിൽ വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. 3.5 കോടി രൂപയാണ് അന്ന് തട്ടിയെടുത്തതെങ്കിൽ അതിൽ 1.5 കോടി രൂപ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ കേസിൻ്റെ അന്വേഷണം BJP നേതാക്കളിലേക്കൊന്നും ഗൗരവമായി തന്നെ കടന്നു ചെന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൽ ഈ തിരൂർ സതീഷ് വെളിപ്പെടുത്തുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. ആ പേര് BJPയുടെ ജില്ലാ ട്രഷറർ സുജയ് സേനനാണ്. ഈ സുജയ് സേനനാണ് കൊടകരയിൽ ഈ സംഭവം ഉണ്ടായ ശേഷം ഈ സുജയ് സേനൻ്റെ കാറിലാണ് അവിടെ നിന്നും ഈ ധർമ്മരാജനും ഡ്രൈവറും തൃശ്ശൂരിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ BJP നേതാക്കൾക്ക് വ്യക്തമായി തന്നെ ഈ സംഭവവുമായി ലിങ്ക് ചെയ്യാൻ പറ്റുന്ന നിരവധി കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. പക്ഷേ ഈ കേരളത്തിലെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ആ രീതിയിലേക്കൊന്നും പുരോഗമിച്ചില്ല. CPM നേതൃത്വം പറയുന്നത് ഇതിൽ വലിയ രീതിയിലുള്ള കുഴൽപ്പണ ഇടപാട്, കള്ളപ്പണ ഇടപാട്, കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്ന സ്ഥിതിക്ക് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ് വേണ്ടത്. എന്നാൽ കേന്ദ്ര ഏജൻസികൾ ഈ കേസ് കണ്ട ഭാവം നടിക്കുന്നില്ല. മറ്റു പല കേസുകളിലും വലിയ രീതിയിലുള്ള അമിതോത്സാഹം കാണിക്കുന്ന കേന്ദ്ര ഏജൻസികൾക്ക് ഈ 9.5 കോടി രൂപ എന്നൊക്കെ പറയുമ്പോഴും 9.5 കോടി രൂപ മാത്രമല്ല, അതിൽ പിന്നീടും പല രീതിയിലുള്ള ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട്. BJPയുടെ പല മണ്ഡലങ്ങളിലും കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വിനിയോഗിച്ചു. അതെല്ലാം ആ പണത്തിനൊന്നും വ്യക്തമായ സോഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആ വിഷയത്തിലേക്കൊന്നും യാതൊരു തരത്തിലുള്ള അന്വേഷണവും കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമാണ് CPIM കേന്ദ്രങ്ങൾ സ്വാഭാവികമായിട്ടും ഉയർത്തുന്നത്. ഇന്ന് സംസാരിച്ച CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മാത്രമേ, ED അന്വേഷണം മാത്രമേ ഇക്കാര്യത്തിൽ കരണീയമായിട്ടുള്ളൂ എന്നുള്ളൊരു നിലപാടാണ് CPIM പങ്കുവയ്ക്കുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ച് അവരെ രാഷ്ട്രീയമായിട്ട് പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണ് തിരൂർ സതീഷിൻ്റെ വെളിപ്പെടുത്തൽ. തിരൂർ സതീഷിനെ BJPയിൽ നിന്ന് പുറത്താക്കി എന്ന് K. സുരേന്ദ്രൻ അവകാശപ്പെടുമ്പോഴും അദ്ദേഹം തൻ്റെ BJP അംഗത്വമുള്ള കാർഡ് ഇന്ന് മാധ്യമപ്രവർത്തകരെ കാണിച്ചാണ് ഈ K. സുരേന്ദ്രൻ്റെ ആരോപണങ്ങളെ തിരൂർ സതീഷ് വെല്ലുവിളിക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്ക് ഈ തൃശ്ശൂരിൽ പ്രവർത്തിക്കുമ്പോൾ അറിയാം, തൃശ്ശൂരിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു തിരൂർ സതീഷ്. അദ്ദേഹം BJPയുടെ ഓഫീസ് സെക്രട്ടറി എന്ന നിലയിൽ മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. അദ്ദേഹം BJPയുടെ അറിയപ്പെടുന്ന ഒരു പ്രവർത്തകൻ തന്നെയാണ് ആ മേഖലയിൽ. അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല, സംസ്ഥാന പ്രസിഡന്റാണ് പറയുന്നത് അദ്ദേഹത്തെ പുറത്താക്കിയെന്ന്. ചില സാമ്പത്തിക ആരോപണങ്ങൾ തിരൂർ സതീഷിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു എന്നാണ് KK അനീഷ് കുമാർ പറയുന്നത്. CPMൻ്റെ ഏജന്റായി തിരൂർ സതീഷ് മാറിയെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം ആ സമയത്ത് അവിടുത്തെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു എന്നുള്ള കാര്യം നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ചുരുക്കത്തിൽ കേരളത്തിലെ BJPയുടെ
ഇതുവരെയുള്ള മുന്നേറ്റങ്ങളുടെ എല്ലാം പിറകിൽ ഇത്തരത്തിലുള്ള കുഴൽപ്പണത്തിൻ്റെ സാധ്യതകളുണ്ട്, കുഴൽപ്പണത്തിൻ്റെ വിനിമയങ്ങളുണ്ട് എന്ന് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും BJPയുടെ മുന്നേറ്റങ്ങളെ ഈ കുഴൽപ്പണവുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് വിലയിരുത്തുന്ന ഒരവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുമോ എന്നും ആലോചിക്കേണ്ട വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട്ട് നിന്ന് ഇപ്പോൾ അവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് കരുവന്നൂർ കേസ്, കരുവന്നൂർ സഹകരണ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയും ആ കേസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും BJPയുമായി നടത്തിയ ഡീലിൻ്റെ പുറത്താണ് കൊടകര കുഴൽപ്പണ കേസ് എങ്ങും എത്താതെ പോയത് എന്നുള്ള ഒരു വിമർശനവും വരുന്നുണ്ട്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കരുവന്നൂരുമായിട്ട് അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ നിർവീര്യമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ല കാര്യങ്ങൾ പോകേണ്ടത്. കൊടകര കുഴൽപ്പണ കേസിനെ അതായിട്ട് തന്നെ സവിശേഷമായിട്ട് കാണേണ്ടി വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരില്ലേ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുകളിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു സമ്മർദ്ദം ഉണ്ടാകേണ്ടി വരുമോ? പോലീസിന് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഇതിലൊരു ക്രൈമിൻ്റെ വശം മാത്രമാണ് അന്വേഷിച്ചത്. അതായത് കൊടകര ദേശീയപാതയിൽ വെച്ചിട്ട് ഒരു വാഹനം തടഞ്ഞ് കവർച്ച നടത്തി, അതിലെ ഒരു ക്രൈം ആസ്പെക്റ്റിൻ്റെ അന്വേഷണത്തിലേക്കാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് കടന്നിട്ടുള്ളത്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ നിരവധി കാര്യങ്ങളിലേക്ക് കടന്നു ചെന്നു. അന്ന് ഈ ധർമ്മരാജൻ്റെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു. അന്ന് ധർമ്മരാജൻ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 6 നേതാക്കളെ ഈ സംഭവം നടന്ന ഉടൻ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അതിലൊരാൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ്റെ മകൻ ഹരികൃഷ്ണനാണ്. അങ്ങനെ BJPയുടെ ഉന്നത തലത്തിലുള്ള നേതൃത്വവുമായിട്ടൊക്കെ ധർമ്മരാജൻ ബന്ധപ്പെട്ടിരുന്നു. ഈ സംഭവം നടന്ന ഉടനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൊടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് തിരിച്ചു വരുന്നത് BJPയുടെ ജില്ലാ ട്രഷററായിരുന്ന സുജയ് സേനൻ്റെ കാറിലാണ് തിരിച്ചു വരുന്നത്. അങ്ങനെയൊക്കെ BJP നേതാക്കൾ പ്രത്യക്ഷത്തിൽ തന്നെ ഈ സംഭവവുമായി ബന്ധിപ്പിക്കുന്ന നിരവധി കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരുന്നു. എന്നാൽ ഈ ക്രൈം കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ ക്രൈം സീനിൽ BJP നേതാക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ട് എന്ന് ക്രൈംബ്രാഞ്ചിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു സാമ്പത്തിക കുഴൽപ്പണ കള്ളപ്പണ ഇടപാടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണം മറ്റ് ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസികൾക്ക് മാത്രമേ നടത്താൻ കഴിയൂ. ക്രൈംബ്രാഞ്ചിന് ആ രീതിയിലുള്ള അധികാര പരിധിയിലേക്ക് കടന്നു കയറാൻ കഴിയില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് അന്നത്തെ അന്വേഷണ സംഘത്തിന് ഉണ്ടായത്. ഈ കവർച്ചയെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് തന്നെ അന്വേഷണം നടത്തി 23 പ്രതികളെ പ്രതികളാക്കി അവർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയൊക്കെ ചെയ്തു. ഈ പണത്തിൽ നിന്നും 1.5 കോടി രൂപ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഈ കവർച്ചാ വിശദാംശങ്ങൾ വളരെ സൂക്ഷ്മമായി തന്നെ അന്വേഷണ സംഘം അന്വേഷിക്കുകയും പ്രതികളെ നിയമത്തിന് മുന്നിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ലിബീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊടകര കുഴൽപ്പണ കേസിൽ വമ്പന്മാരായ BJP നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രാഥമികമായ വിവരശേഖരണത്തിൽ നിന്ന് തന്നെ മനസ്സിലായതോടെ അന്വേഷണം മതിയാക്കി മുങ്ങുകയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന CPIMന്റെയും ഇടതുപക്ഷ നേതാക്കളുടെയും ആരോപണങ്ങൾക്കിടെയാണ് കൊടകര കുഴൽപ്പണ കേസിൽ സുപ്രധാനമായിട്ടുള്ള വെളിപ്പെടുത്തൽ BJP നേതാവിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നിരിക്കുന്നത്. ആ BJP നേതാവിനെ പുറത്താക്കിയെന്ന് അവകാശപ്പെടുമ്പോഴും താൻ ഇപ്പോഴും പാർട്ടിയിൽ തന്നെയാണ് എന്ന് വെളിപ്പെടുത്തലുകൾ നടത്തിയ തിരൂർ സതീഷ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം പോലീസിനോടും കോടതിയോടും പറയാൻ താൻ തയ്യാറാണ് എന്നാണ്. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കണക്കില്ലാത്ത പണം കടത്തിയിട്ടുണ്ടെന്നും അത് കേരളത്തിലെ പല ഭാഗത്തും എത്തിച്ചിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്നത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പിന്മാറ്റം. BJPയുടെ മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലോടെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിനുള്ള വഴി ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളെ പോലും ഇല്ലാത്ത കേസുണ്ടാക്കി വലവീശി പിടിക്കുന്ന ED എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ തൊട്ടുമുമ്പ് വരെ കരുവന്നൂർ കേസടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ തെളിവുകളുള്ള കുഴൽപ്പണ കേസ് കണ്ടില്ല എന്ന് നടിച്ചുവെന്ന് ഇടതുപക്ഷം അതേക്കുറിച്ച് പറയുകയും ചെയ്യുന്നു. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ എല്ലാ വിവരങ്ങളും EDക്ക് കൈമാറിയിരുന്നു. എന്നാൽ വിദേശബന്ധം കാണുന്നില്ല എന്ന് പറഞ്ഞ കോടതിയിൽ നിന്നടക്കം വന്ന് കൊടകര കുഴൽപ്പണ കേസിൻ്റെ കാര്യത്തിൽ ED ഒഴിഞ്ഞു മാറുകയായിരുന്നു. കൊടകരയിലെ കുഴൽപ്പണ കവർച്ചാ സംഘത്തെ അറസ്റ്റ് ചെയ്ത പോലീസ് സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കളെ ചോദ്യം ചെയ്തിരുന്ന കാര്യം കൂടി ഈ വാർത്തയോടൊപ്പം ഓർക്കുക. 22 പേരെ പ്രതികളാക്കി 2021 നൽകിയ ആദ്യ കുറ്റപത്രം, ആ കുറ്റപത്രത്തിലും ഒരാൾ കൂടി അറസ്റ്റിലായതിനാൽ 2022 നവംബറിൽ നൽകിയ 2ാം കുറ്റപത്രത്തിലും കണ്ടെടുത്ത പണത്തിൻ്റെ വിശദാംശങ്ങളെല്ലാം ഉണ്ട്. സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെ അറിവോടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി M. ഗണേശന്റെ നേതൃത്വത്തിൽ 9 ജില്ലകളിൽ പണവിതരണം നടത്തി എന്നുള്ളതായിരുന്നു ആരോപണം. 53 കോടി രൂപയുടെ ഹവാല ഇടപാട് നടന്നിട്ടുണ്ട് എന്നായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. ACP
VK രാജുവാണ് ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്ന് കുറ്റപത്രം നൽകിയത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വഴി BJP നേതാക്കൾ കുടുങ്ങാതിരിക്കാനുള്ള ഇടപെടൽ കേന്ദ്രവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നടത്തിയതായിട്ടുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നുള്ള നിലയിൽ അന്ന് മാധ്യമങ്ങളിൽ വാർത്തകൾ സജീവമായിരുന്നു എന്നുള്ള കാര്യവും ഓർക്കുക.